മതപരിവർത്തന വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി 4 ആഴ്ചയ്ക്കകം സംസ്ഥാനം റിപ്പോർട്ട് നൽകണം. കേരളമടക്കം 5 സംസ്ഥാനങ്ങൾക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചത്. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, വിവരങ്ങൾ. അരുൺ, ഇന്ന് ചേർന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉന്നതതല യോഗമാണ് മതപരിവർത്തനം സംബന്ധിച്ച് രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളിൽ സ്വമേധയാ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് കേരളമടക്കം 5 സംസ്ഥാനങ്ങൾക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇത് സംബന്ധിച്ച് നോട്ടീസ് അയക്കുകയും ചെയ്തു. ഈ നോട്ടീസിൽ പ്രത്യേകം എടുത്തു പറയുന്നു, കേരളത്തിൽ തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ക്രിസ്ത്യാനികളെ വ്യാപകമായി മതം മാറ്റുകയും ചെയ്യുന്നു. മതത്തിൽ വിശ്വസിക്കാനുള്ള പൗരന്റെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഹിന്ദു സംഘടനകൾ നടത്തുന്നതെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടപടിയെടുക്കണം, ഈ നീക്കത്തിനെതിരെ നടപടിയെടുക്കണം. ഈ നടപടി സംബന്ധിച്ച് വിശദമാക്കുന്ന മറുപടി 4 ആഴ്ചയ്ക്കകം നൽകാനും മനുഷ്യാവകാശ കമ്മീഷൻ കേരളത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിന് പുറമെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കാണ് നോട്ടീസ്. അത് തമിഴ്നാട്ടിൽ തിരുനെൽവേലി, കാരൂർ ജില്ലകളിലും ഇത്തരത്തിൽ വ്യാപകമായ മതപരിവർത്തനം നടക്കുന്നു. അതേസമയം ഈ മധ്യപ്രദേശിലാകട്ടെ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ ആക്രമണം നടക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല സംസ്ഥാനങ്ങളിലും ഇതിനെതിരെ കേസെടുക്കുന്നില്ല. കേരളത്തിൽ പോലും ഇത് സംബന്ധിച്ച് വ്യാപകമായ പരാതി ഉയർന്നിട്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കേസെടുക്കാതിരിക്കുമ്പോഴാണ് മനുഷ്യാവകാശ കമ്മീഷൻ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം നിലയ്ക്ക് കേസെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അരുൺ, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്. ഘർ വാപസിക്ക് ഒത്താശയുമായി പോലീസ് രംഗത്ത്. കായംകുളത്ത് നടന്നത് നിർബന്ധിത മതപരിവർത്തനമല്ലെന്നും വെറും ഘർ വാപസി മാത്രമാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇക്കാര്യങ്ങൾ വിശദമാക്കുന്ന റിപ്പോർട്ട് പോലീസ് കൈമാറി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്നത് നിർബന്ധിത മതപരിവർത്തനമല്ല എന്ന് പോലീസ് റിപ്പോർട്ട്. ഘർ വാപസി തന്നെയാണ് നടന്നത്. കായംകുളത്തും കോട്ടയത്തും 90ഓളം പേർ സ്വന്തം മതത്തിലേക്ക് തിരിച്ചു പോന്നുവെന്നാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ അവകാശവാദം. ഇത് ന്യായീകരിക്കുന്ന തരത്തിലാണ് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര വകുപ്പിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഇപ്പോൾ മതപരിവർത്തനം നടന്നവരുടെ പൂർവികരും ഇത്തരത്തിൽ ഹിന്ദുമതത്തിലേക്ക് മടങ്ങിപ്പോയിരുന്നതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ക്രിസ്തീയ മതത്തിലേക്ക് ചേക്കേറിയവർ അതിനുശേഷം തങ്ങൾക്ക് സർക്കാരിൽ നിന്നും ലഭിക്കാനിടയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകാതിരുന്നതിനെ തുടർന്നാണ് ഇവർ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് തിരികെ പോയതെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. VHPയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല ഇവർ പോയത്, മറിച്ച് VHPയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണയും ഇവർക്ക് ലഭിക്കുന്നുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഇതോടൊപ്പം കായംകുളത്ത് നിന്നും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മതപരിവർത്തനം നടത്തിയെന്ന് VHP അവകാശപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ഇനിയും ലഭിച്ചിട്ടില്ല. VHPയുടെ അവകാശവാദം അംഗീകരിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഘർ വാപസിക്കെതിരെ പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഘർ വാപസി എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഗവൺമെന്റിന് നടപടിയെടുക്കാൻ കഴിയുന്നത് പരാതി കിട്ടുമ്പോഴാണ്. ആരെങ്കിലും പരാതി തരാതെ നമുക്ക് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അല്ലെങ്കിൽ നിയമങ്ങൾ അനുസരിച്ച് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ പരാതികൾ ആവശ്യമുണ്ട്. നിർബന്ധിതമായ മതപരിവർത്തനം നടക്കുന്നുള്ള പരാതിയോ പ്രലോഭനങ്ങളിലൂടെ മതം മാറ്റുന്നു എന്നുള്ള പരാതിയോ വരുമ്പോഴാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് ഇടപെടുന്നത്. അല്ലാതെ നടക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ ഇതിനകത്ത് അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതിനകത്ത് ഒരു അജണ്ട, രഹസ്യ അജണ്ട വെച്ചുകൊണ്ടാണ് സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നത്. അത് തിരിച്ചറിയണമെന്നാണ് ഞാൻ പറയുന്നത്. സോളാർ കേസിൽ കമ്മീഷൻ വിസ്താരത്തിന് വിധേയനാകുന്ന മുഖ്യമന്ത്രിയുടെയും ബാർകോഴ ആരോപണ വിധേയനായ KM മാണിയുടെയും രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ശക്തമാക്കാൻ ഇടതുമുന്നണി യോഗം തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ജനുവരി 5-ന് സെക്രട്ടേറിയറ്റ് ധർണ നടത്താനും LDF യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. സോളാർ കേസ് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ കേസിൽ മുഖ്യമന്ത്രിയെ വിസ്തരിക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലെന്ന് LDF യോഗം വിലയിരുത്തി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും ജനുവരി 5-ന് ധർണ നടത്താനും LDF യോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രിയെ വിസ്തരിക്കാനുള്ള കമ്മീഷന്റെ തീരുമാനം LDF മുൻപ് ഉന്നയിച്ച ആരോപണങ്ങളെ സാധൂകരിക്കുന്നതാണെന്ന് LDF വിലയിരുത്തി. സോളാർ കേസുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷൻ അതിൻ്റെ അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ തന്നെ മുഖ്യമന്ത്രിയെ തന്നെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുകയും ചെയ്യുന്ന അത്യപൂർവമായ സാഹചര്യമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്.
ഇത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. ബാർക്കോഴ ആരോപണ വിധേയനായ കെ.എം. മാണിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ശക്തിപ്പെടുത്തി മുൻപോട്ടു പോകാനും LDF യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭയിൽ ഗണേഷ് കുമാർ MLA മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും LDF ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഇടത് MPമാർ പ്രധാനമന്ത്രിയെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ടയർ ലോബിയുടെ താൽപര്യം സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിൽ നിന്നും പിന്തിരിയണമെന്നും യോഗം ആവശ്യപ്പെട്ടു. നെല്ല് സംഭരിച്ച പണം കർഷകർക്ക് ഉടൻ നൽകണമെന്നും നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങൾക്കെതിരെയും യോഗം പ്രമേയം പാസാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദേശീയ ഗെയിംസിന്റെ കൂട്ടയോട്ടത്തിന്റെ പേരിൽ പ്രമുഖ പത്രത്തിന് 10 കോടിയിലേറെ രൂപ നൽകാനുള്ള തീരുമാനം ദുരൂഹമാണെന്ന് VS അച്യുതാനന്ദൻ. ഗെയിംസിനോടനുബന്ധിച്ചുള്ള തട്ടിപ്പുകളുടെ പ്രഖ്യാപനമാണ് ഇതെന്നും VS പറഞ്ഞു. ഈ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും VS ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നികേഷ് ചേരുന്നു. നികേഷ്, പരസ്യത്തിന്റെ പേരിൽ ഇത്രയധികം പണം നൽകുന്നതിനെ സംബന്ധിച്ച് വളരെ സജീവമായ ആരോപണം നിലനിന്നിരുന്നു. എന്താണ് VS അച്യുതാനന്ദൻ ഇക്കാര്യത്തിൽ പറഞ്ഞത്? കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിന് 10 കോടിയിലേറെ രൂപ ദേശീയ ഗെയിംസിന്റെ വിളംബരത്തിന്റെയും കൂട്ടയോട്ടത്തിന്റെയും പേരിൽ നൽകാനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ രംഗത്തെത്തിയിരിക്കുന്നത്. ദേശീയ ഗെയിംസിനോടനുബന്ധിച്ച് കൂട്ടയോട്ടം സംഘടിപ്പിക്കാനെന്ന പേരിൽ ഒരു പ്രമുഖ പത്രത്തിന് 10 കോടിയിലേറെ രൂപ നൽകാനുള്ള തീരുമാനം ദുരൂഹമാണെന്നാണ് VS പ്രസ്താവനയിലൂടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ദേശീയ ഗെയിംസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ജനുവരി 20 കൂട്ടയോട്ടത്തിന്റെ പേരിലാണ് 10.6 കോടി രൂപ സർക്കാർ നൽകുന്നതെന്നും VS അച്യുതാനന്ദൻ പ്രസ്താവനയിലൂടെ പറയുന്നു. അതോടൊപ്പം തന്നെ ദേശീയ ഗെയിംസിനോടനുബന്ധിച്ച് നടക്കാനിടയുള്ള തട്ടിപ്പുകളുടെ പ്രഖ്യാപനമാണ് ഇത്. ഇതിന്റെ തുടക്കമാണ് ഇത്തരത്തിലുള്ള ഒരു പണം നൽകൽ എന്നും VS പറയുന്നു. ഭരണവർഗ താല്പര്യം സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്ന പത്രത്തെ സഹായിക്കാൻ ദേശീയ ഗെയിംസിനെ മറിയാക്കുന്നത് അധിക്ഷേപാർഹമാണെന്നും VS പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട്. മറ്റു പത്രസ്ഥാപനങ്ങളെ എല്ലാം സമർത്ഥമായി കബളിപ്പിക്കുന്നതാണ് ഈ തീരുമാനമെന്നും VS പറയുന്നു. ഈ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും VS പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അരുൺ, നികേഷാണ് വിവരങ്ങൾ നൽകിയത്. സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വധേരയ്ക്ക് ഹരിയാനയിൽ പരിധിയിൽ കൂടുതൽ ഭൂമിയുള്ളതായി കണ്ടെത്തി. ഹരിയാന റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. 2 വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കാവുന്ന കുറ്റമാണ് റോബർട്ട് വധേര ചെയ്തതെന്നും റവന്യൂ വകുപ്പ്. റോബർട്ട് വധേരയുടെ ഭൂമി ഇടപാടിന് നേരത്തെ ക്ലീൻ ചിറ്റ് നൽകിയ 3 IAS ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം ഉണ്ടാകും. കോൺഗ്രസ് അധികാരത്തിലുള്ള മുൻ ഹരിയാന സർക്കാർ സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വധേരയ്ക്ക് ചട്ടം ലംഘിച്ച് സർക്കാർ ഭൂമി വിറ്റ DLF ഇടപാട് നേരത്തെ വിവാദമായിരുന്നു. ഈ ഇടപാട് നടന്ന സമയത്തും പരിധിയിൽ കൂടുതൽ ഭൂമി വദ്ര കൈവശം വച്ചിരുന്നതായാണ് ഹരിയാന റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ മാതൃകയിൽ ഹരിയാനയിൽ നിലവിലുള്ള ഭൂചട്ടപ്രകാരം ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ അളവ് 53 ഏക്കറായി നിജപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ റോബർട്ട് വദ്രയ്ക്ക് മുന്നിൽ ഈ നിയമം വഴിമാറി. 79 ഏക്കർ സ്വന്തമായും 146.755 ഏക്കറോളം ഭൂമി സ്വന്തം കമ്പനിയുടെ പേരിലും വദ്രയ്ക്കുണ്ട്. ഇത് കയ്യിലുള്ളപ്പോഴാണ് 2008 ജനുവരിയിൽ മുൻ ഹരിയാന സർക്കാർ വീണ്ടും വദ്രയ്ക്ക് ഭൂമി കൈമാറിയത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹരിയാന റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ട് റവന്യൂ മന്ത്രി ക്യാപ്റ്റൻ അഭിമന്യുവിന് ഈ മാസം 17 കൈമാറി. മനോഹർ ലാൽ ഖട്ടാർ സർക്കാർ റിപ്പോർട്ടിന്മേൽ ഉടൻ നടപടിയെടുക്കുമെന്നാണ് സൂചന. ചട്ടപ്രകാരം 2 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കാവുന്ന കുറ്റമാണ് വദ്ര ചെയ്തിരിക്കുന്നതെന്ന് ഹരിയാന സർക്കാർ അറിയിച്ചു. അതേസമയം നേരത്തെ ഈ സംഭവം അന്വേഷിച്ച 3-അംഗ കമ്മീഷൻ വദ്രയ്ക്ക് ക്ലീൻ ചീട്ട് നൽകിയിരുന്നു. IAS ഉദ്യോഗസ്ഥരായ കൃഷ്ണമോഹൻ, KK ജലാൽ, രാജൻ ഗുപ്ത എന്നിവരടങ്ങുന്ന സമിതിയാണ് വദ്രയുടെ ഭൂമി ഇടപാടിൽ ക്രമക്കേടില്ലെന്ന് റിപ്പോർട്ട് നൽകിയത്. പരിധിയിൽ കൂടുതൽ ഭൂമി വദ്രയ്ക്കുണ്ടെന്ന വിവരവും ഇവർ മറച്ചുവെച്ചു. ഇക്കാര്യങ്ങൾ അന്വേഷിക്കാനും ഹരിയാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബംഗളൂരുവിൽ ചർച്ച് സ്ട്രീറ്റിൽ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ തമിഴ്നാട് സ്വദേശിനി മരിച്ചു. സ്ഫോടനത്തിൽ ഇവരുടെ ബന്ധുവടക്കം 3 പേർക്ക് പരിക്കേറ്റു. തീവ്രത കുറഞ്ഞ ബോംബാണ് പൊട്ടിയതെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തെ തുടർന്ന് ബംഗളൂരുവിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം ബംഗളൂരു ചർച്ച് സ്ട്രീറ്റ് സ്ഫോടനത്തിന് ഭീകരബന്ധമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ദില്ലിയിൽ ഉന്നതതല യോഗം ചേർന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, IB തലവൻ സയ്യിദ് ആസിഫ് ഇബ്രാഹിം, ആഭ്യന്തര സെക്രട്ടറി അനിൽ ഗോസ്വാമി ഉന്നത ഉദ്യോഗസ്ഥരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. അന്വേഷണ പുരോഗതിയും നിലവിലെ സുരക്ഷാ സജ്ജീകരണങ്ങളും യോഗം വിലയിരുത്തി. തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ അന്വേഷണം NIAക്ക് കൈമാറുമെന്ന് യോഗത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. इसमें हमारी जो इंटेलिजेंस एजेंसीज हैं उसको वो कलेक्ट कर रही हैं और सीधे कर्नाटक गवर्नमेंट के साथ भी हम लोगों की बातचीत हो रही है.
आगे क्या कदम उठाना, मैं समझता हूं कि विद इन 24 आवर्स सारी इंफॉर्मेशंस कलेक्ट हो जाने के बाद हम अपनी स्ट्रेटजी आगे की तय करेंगे। लेकिन मैं स्टेट गवर्नमेंट से भी अपील करना चाहूँगा कि बेंगलोर जैसे बड़े शहर में सीसीटीवी कैमरे जल्दी से जल्दी वो लगाए जाने चाहिए। കർണാടക സർക്കാരിന് എല്ലാവിധ സഹായങ്ങളും കേന്ദ്രം നൽകുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. സംഭവത്തിനു പിന്നിൽ സിമി ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്ന് ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. One of the case in Bangalore is already being handled by NIA, so it can also be, but right now police is investigating, and if appropriate then it will be handover. The handover will be only after due consideration. But the thing is, it's very upsetting that the module which was found to be involved in the earlier case in Bangalore, we need to see that if there's a linkage or not. Otherwise, a fresh thing is to be given a impetus that what is the cause of happening in Bangalore repeatedly. So this is a matter of concern for us. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ ബാംഗ്ലൂരിലും ഉന്നതതല യോഗം ചേർന്നു. കർണാടക ആഭ്യന്തരമന്ത്രി KG ജോർജും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ISISന്റെ ട്വിറ്റർ അക്കൗണ്ട് പ്രവർത്തിപ്പിച്ചിരുന്ന മെഹദിയുടെ അറസ്റ്റിന് സംഭവവുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുംബൈ സ്ഫോടന കേസിലെ മുഖ്യ സൂത്രധാരൻ സക്കീവുർ റഹ്മാൻ ലഖ്വിയെ കരുതൽ തടങ്കലിൽ വെച്ചത് ഇസ്ലാമാബാദ് ഹൈക്കോടതി റദ്ദാക്കി. ഇതേ തുടർന്ന് പാക് ഹൈക്കമ്മീഷണറെ ഇന്ത്യ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു. എന്നാൽ കൂടിക്കാഴ്ചയെപ്പറ്റി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പെഷാവർ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ഭീകരവിരുദ്ധ കോടതി ലഖ്വി അടക്കം 7 ഭീകരർക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. ഇന്ത്യ അടക്കം പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്നാണ് ലഖ്വിയെ 30 ദിവസത്തേക്ക് കരുതൽ തടങ്കലിൽ വെച്ചിരുന്നത്. കഴിഞ്ഞ 18-ാം തീയതിയായിരുന്നു സക്കീർ റഹ്മാൻ ലഖ്വിക്കും മറ്റ് 6 പേർക്കും പാകിസ്ഥാനിലെ ഭീകരവിരുദ്ധ കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. ഇത് പാകിസ്ഥാനിലും ഇന്ത്യയിലും ശക്തമായ പ്രതിഷേധത്തിന് കാരണമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഇന്ത്യയുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഇതിന് തുടർച്ചയായി ലഖ്വിയുടെ ജാമ്യം തടയുകയും അദ്ദേഹത്തെ 30 ദിവസത്തെ കരുതൽ തടങ്കലിൽ വെക്കാനും തീരുമാനമായിരുന്നു. ഇതിനെതിരെ രാജാ റിസ്വാൻ അബ്ബാസി എന്ന അഭിഭാഷകൻ മുഖേന ലഖ്വി ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ഇത് പരിഗണിച്ച നൂറുൽ ഹഖ് എൻ ഖുറേഷി അധ്യക്ഷനായ ഇസ്ലാമാബാദ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് ലഖ്വിയെ കരുതൽ തടങ്കലിൽ വെച്ച തീരുമാനം റദ്ദാക്കിയത്. 166 പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെന്ന് NIA കണ്ടെത്തിയ ആളാണ് ലഷ്കർ ഇ തോയ്ബ ഭീകരൻ സക്കീർ റഹ്മാൻ ലഖ്വി. ലഖ്വിക്ക് മുംബൈ ആക്രമണത്തിന്റെ ഗൂഢാലോചനയിലും സാമ്പത്തികം നൽകിയതിലും അക്രമം നടത്തിയതിലും പങ്കുള്ളതിന്റെ കൃത്യമായ തെളിവ് NIA പാകിസ്ഥാന് കൈമാറിയിരുന്നു. ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പല ഘട്ടങ്ങളിലായി വിളിച്ചു പറയുന്ന പാക് ഭരണകൂടത്തിന് ഭീകരതയ്ക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയുന്നില്ലെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വിജേഷ് നടുവിൽ, ദില്ലി. കടലിൽ കണ്ടെത്തിയ വിമാനാവശിഷ്ടങ്ങൾ കാണാതായ എയർ ഏഷ്യ വിമാനത്തിൻ്റേതല്ല എന്ന് സ്ഥിരീകരണം. തെരച്ചിൽ നടത്തുന്ന ഓസ്ട്രേലിയൻ വിമാനമാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. എന്നാൽ ഇത് എയർ ഏഷ്യ വിമാനത്തിൻ്റേതാണോ എന്ന് പരിശോധിച്ച ശേഷമാണ് ഇന്തോനേഷ്യൻ വൈസ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. 162 യാത്രക്കാരുമായി പറന്ന എയർ ഏഷ്യ വിമാനം ഇന്നലെയാണ് കാണാതായത്. 8 ബോട്ടുകളും 2 വിമാനവും 3 ഹെലികോപ്റ്ററും നിലവിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ഇന്ന് 2:30 നറുക്കെടുത്ത വിൻവിൻ ലോട്ടറിയുടെ ടിക്കറ്റിൽ തട്ടിപ്പ്. 65 ലക്ഷം രൂപ സമാന തുകയുള്ള നറുക്കെടുപ്പിന് ഒരേ സീരിയൽ നമ്പറിൽ 2 ടിക്കറ്റുകളാണ് കണ്ടെത്തിയത്. കോഴിക്കോട് മേപ്പയൂരിൽ വിൽപ്പനയ്ക്കെത്തിയ ടിക്കറ്റിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. കോഴിക്കോട് മേപ്പയൂരിലെ ലോട്ടറി സ്റ്റാളിൽ നിന്നാണ് ഒരേ നമ്പറിൽ 2 ലോട്ടറി ടിക്കറ്റുകൾ വിറ്റത്. സംസ്ഥാന സർക്കാരിന്റെ വിൻവിൻ ലോട്ടറിയുടെ ടിക്കറ്റ് വിൽപ്പനയിലാണ് ക്രമക്കേട് നടന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്കായിരുന്നു നറുക്കെടുപ്പ്. WK 191476 എന്ന നമ്പറിൽ 2 ലോട്ടറി ടിക്കറ്റുകളാണ് വിറ്റത്. 2 ടിക്കറ്റുകളുടെയും രഹസ്യ കോഡും ഒന്നായിരുന്നു. ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വിവരം ലോട്ടറി സ്റ്റാൾ ഉടമയെ അറിയിച്ചു. എന്നാൽ കണ്ണൂരിലെ മൊത്തവിതരണ കേന്ദ്രത്തിൽ നിന്നുമാണ് ലോട്ടറി ടിക്കറ്റുകൾ കൊണ്ടുവന്നതെന്നായിരുന്നു മേപ്പയൂരിലെ ലോട്ടറി സ്റ്റാൾ ഉടമയുടെ വിശദീകരണം. സംസ്ഥാനത്തെ ലോട്ടറി വിൽപ്പനയിൽ വൻ ക്രമക്കേട് നടക്കുന്നതായി നേരത്തെ ആരോപണമുയർന്നിരുന്നു. ഒരേ നമ്പറിൽ 2 ലോട്ടറി ടിക്കറ്റുകൾ വിറ്റ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. പമ്പയിൽ നിന്നും സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് ജീപ്പ് ഓടിച്ചു കയറ്റിയതിന് CI ഉൾപ്പെടെ 4 പേർക്ക് സസ്പെൻഷൻ. കൽപ്പറ്റ CI സുഭാഷ് ബാബു, ഡ്രൈവർ രാജേഷ്, പമ്പയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസുകാർ എന്നിവർക്കെതിരെയാണ് നടപടി. ഇന്ന് പുലർച്ചെയായിരുന്നു CIയും സംഘവും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ജീപ്പ് ഓടിച്ചു പോയത്.
പമ്പയിൽ നിന്നും സ്വാമിയയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് ജീപ്പ് ഓടിച്ചു കയറ്റിയതിന് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ 4 പേരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കൽപ്പറ്റ CI സുഭാഷ് ബാബു, ഡ്രൈവർ രാജേഷ് എന്നിവരെ കൂടാതെ പമ്പയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുമാണ് നടപടി. പുലർച്ചെ 1:30 മണിയോടെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ പമ്പയിൽ നിന്നും ഡ്യൂട്ടിക്കായി സന്നിധാനത്തേക്ക് ജീപ്പിൽ യാത്ര ചെയ്തത്. മരക്കൂട്ടത്ത് വെച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തടഞ്ഞതിനെ തുടർന്നാണ് സംഭവം പുറലോകം അറിയുന്നത്. മണ്ഡലപൂജ കഴിഞ്ഞ് ക്ഷേത്രനട അടച്ചിരിക്കുന്നതിനാൽ പമ്പയും സന്നിധാനവും വിജനമാണ്. സന്നിധാനത്ത് സുരക്ഷയ്ക്കായി പോലീസിന്റെ പുതിയ ബാച്ച് ഇന്ന് ചുമതലയേൽക്കുന്ന ദിവസം കൂടിയാണ്. ഡ്യൂട്ടി ചുമതലയേൽക്കാൻ CI കൽപ്പറ്റയിൽ നിന്നും ഡ്രൈവറുടെ സഹായത്തോടെ സ്റ്റേഷനിലെ ജീപ്പ് ഓടിച്ചാണ് പമ്പയിലെത്തിയത്. സംഭവം വിവാദമായ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് DGP അറിയിച്ചിട്ടുണ്ട്. സാധാരണ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്കുമുള്ള സാധനങ്ങൾ സന്നിധാനത്തെത്തിക്കാൻ ട്രാക്ടർ ഉപയോഗിക്കുമെങ്കിലും തീർത്ഥാടകരോ ഉന്നത ഉദ്യോഗസ്ഥരോ ആരും തന്നെ സന്നിധാനത്ത് വാഹനത്തിലെത്താൻ പാടില്ലെന്ന കർശന നിയമമുണ്ട്. ഇത് ആചാര ലംഘനം കൂടിയാണ്. മുമ്പ് പാമ്പ് കടിയേറ്റ വനംവകുപ്പ് ജീവനക്കാരനെ ആശുപത്രിയിലെത്തിക്കാൻ വനംവകുപ്പിന്റെ തന്നെ ജീപ്പ് സന്നിധാനത്ത് ഓടിച്ചു കയറ്റിയതും വിവാദമായിരുന്നു. വിജയ് കുമാർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം. പാദരക്ഷാ നിർമ്മാതാക്കളായ ഒഡീസിയ തങ്ങളുടെ പുതിയ ഉൽപ്പന്നമായ ബാക്ക് പാക്ക് പുറത്തിറക്കി. കോഴിക്കോട് നടന്ന ചടങ്ങിൽ ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പർ R. ശ്രീജേഷ് സുബ്രതോ കപ്പ് ഫുട്ബോളിലെ മികച്ച ഗോൾ കീപ്പറായി തിരഞ്ഞെടുത്ത S. സുജിത്തിന് നൽകിക്കൊണ്ടാണ് ബാക്ക് പാക്ക് പുറത്തിറക്കിയത്. ഒഡീസിയ മൊത്തവിതരണക്കാർക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ചടങ്ങ് കോഴിക്കോട് മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കൊണ്ടോട്ടിയിൽ ആധാർ ഗോൾഡ് ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ആധാർ ഗോൾഡ് കൊണ്ടോട്ടിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഡയമണ്ട് സെക്ഷന്റെ ഉദ്ഘാടനം മമുണ്ണി ഹാജി MLA നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ആധാർ ഗോൾഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സലീം കോനാരി, വൈസ് ചെയർമാൻ PK അബ്ദുൾ ജലീൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ്, മുജീബ് കണിയാരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 3 മാസം നീണ്ടു നിൽക്കുന്ന വിവിധ ഓഫറുകളും ആധാർ ഗോൾഡ് നൽകുന്നുണ്ട്.